ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കോഴിക്കോടൻ സ്റ്റൈലിൽ ഒരു അടിപൊളി ചെമ്മീൻ തേങ്ങാച്ചോറാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഈ ചോറ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ക്ലീൻ ചെയ്ത ചെമ്മീനാണ്. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്യുന്ന ടൈമിൽ വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒരു 15 to 20 മിനിറ്റ്സ് വരെ അടിച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 കപ്പ് ജീരകശാല റൈസാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 240 ഗ്രാമിൻ്റെ കപ്പാണ്. ഇത് നല്ലതുപോലെ കഴുകി നല്ല വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മിക്സ് ചെയ്തത് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി ഞാനൊരു പോട്ട് വെച്ചിട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഓരോന്നായി പരതി വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്ത് ഒരു ഭാഗം എടുക്കാവുന്നതാണ്. ഒരു ഭാഗം നന്നായി ഫ്രൈ ചെയ്ത് കഴിയുന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് 12 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും നമുക്ക്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ പോട്ടിലേക്ക് തന്നെയാണ് മസാലയും റൈസും റെഡിയാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഒരു 2 പട്ടയും 3 ഏലക്കായും 4-5 ഗ്രാമ്പൂ എടുത്ത് ഒന്ന് നന്നായി ചൂടാക്കി എടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിന് ശേഷം അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായി 1 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 3-4 പച്ചമുളക് ചേർത്ത് വീണ്ടും ഇളക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് വരെ അടിച്ചു വെച്ച് പെട്ടെന്ന് സവാള വേവിച്ചെടുക്കാം. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച 2 തക്കാളി ചേർത്ത് കൊടുത്ത് ഇളക്കാം. കുറച്ച് കറി ലീഫും നമുക്കിതിലേക്ക് ഇതോടൊപ്പം ചേർക്കാം. ഇതിൻ്റെ ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 സ്പൂണോളം നെയ്യ് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അടിച്ച് വേവിക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് തന്നെ എടുത്ത് വീണ്ടും അടിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ സമയം ഞാൻ സോക്ക് ചെയ്ത് വെച്ച അരി ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയായോ എന്ന് നോക്കാം. നല്ലോണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് മറ്റൊരടുപ്പിൽ ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇത് ഞാൻ അരി എടുത്ത 2 അതേ ഗ്ലാസ്സിലാണ് 3 ഗ്ലാസ് വെള്ളം എടുത്തത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിലാണ് എടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി മറ്റൊരടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് വെള്ളം കളഞ്ഞ അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഗരം മസാല, 1 പിടി മല്ലിയില, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ചേർത്ത് ഇളക്കണം. ഒരു 4-5 മിനിറ്റ് വരെ ഒന്ന് നന്നായി ഇളക്കിയെടുക്കണം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തിളച്ച് വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 8 മിനിറ്റോളം അടിച്ച് വെച്ച് ഒന്ന് റൈസ് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് റൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൈസ് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച
ചെമ്മീൻ ഒന്ന് മുകളിൽ പരതി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഈ തേങ്ങയുടെയും ഈ നെയ്യിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരും. കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട് കഴിക്കാൻ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.